ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രിൻസസ് കട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിൻ്റെ കട്ടിംഗ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. കണ്ടല്ലോ, ബാക്കിൽ ഇൻവിസിബിൾ സിബാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം ഫ്രണ്ട് പീസാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഫുള്ളായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യുക. സ്റ്റിച്ചിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ടെക്ക് മാർക്ക് അടയാളപ്പെടുത്തിയ ഭാഗം ഇതുപോലെ അച്ചടിക്കുക. അടുത്ത ഭാഗത്തേക്കും കണ്ടല്ലോ ഇതുപോലെ മറിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതേ ആ ഒരു അളവുകളൊക്കെ അടുത്ത പാർട്ടിലും വരുന്നതാണ്. അങ്ങനെ ഇതുപോലെ ചെയ്യുക. അപ്പം വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തഡാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. കണ്ടല്ലോ, ഈ ഒരു ഭാഗത്തും അതേ അച്ചടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തുമായി ഈ ലൈനിങ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ചീത്തവശം മുകളിലേക്ക് വെച്ച് അതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ ചീത്തവശത്താണ് ലൈനിങ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇനി ചുറ്റിലും ഈ ഒരു ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ ഒരേ ലെവലിൽ വെച്ചതിന് ശേഷം പിൻ ചെയ്ത് വെക്കാം. നീങ്ങി പോകാതിരിക്കാൻ പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് വരാം. നമ്മുടെ ലൈനിങ് അറ്റാച്ചിങ് കഴിഞ്ഞു. കണ്ടല്ലോ, ഫ്രണ്ട് പാർട്ട് ലൈനിങ് ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്തു. ഇനി നമ്മൾ ടെക്ക് മാർക്ക് ഇട്ട ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഈ ഒരു ടെക്ക് മാർക്കിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഈ ഒരു കട്ടിങ് ഇവിടെ കട്ട് ചെയ്യാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ടിങ്ങും ആ ഒരു ടെക്ക് മാർക്കിലൂടെ സ്റ്റിച്ച് ചെയ്തു. ഇനി ടെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏറെ വന്നിരിക്കുന്ന മെയിൻ ക്ലോത്തിൻ്റെ ഹെഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. ഇനി നമ്മൾ ആ ഒരു ടെക്ക് മാർക്ക് അടയാളപ്പെടുത്തിയല്ലോ, അത് ഇതേപോലെ പിടിച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ ആ ഒരു ടെക്ക് മാർക്കിലൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്യാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ് നീങ്ങി പോവാതിരിക്കാൻ നമ്മൾ ആദ്യം ആ ടെക്ക് മാർക്കിലൂടെ സ്റ്റിച്ച് ചെയ്തല്ലോ, എന്നിട്ട് അതേ ആ ടെക്ക് മാർക്കിലൂടെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം പിടിച്ച് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അധികം റിസ്ക് ഒന്നും ഇല്ലാതെ നമുക്ക് എളുപ്പം സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടല്ലോ, നമ്മുടെ 2 ടെക്ക് മാർക്കും സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടല്ലോ, ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് അടുത്തതായി നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഇതുപോലെ മടക്കി നമ്മൾ അടയാളപ്പെടുത്തിയ നെക്ക് കട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ടെക്ക് മാർക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടല്ലോ, ഇതുപോലെ ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഈ ടെക്ക് മാർക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നെക്ക് കട്ട് ചെയ്യേണ്ടത്.
ഇനി ഈ നെക്കിൻ്റെ എഡ്ജ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു ലൈനിങ് നീങ്ങി പോവാതിരിക്കാനാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു ഫ്രണ്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് പെറ്റൽ പാൻ നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് നമുക്ക് പിന്നീട് കാണാം. ഇനി അടുത്തതായി ബാക്ക് പാർട്ട് ഇതുപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്യുക. അതിനു മുന്നേ ബാക്കിൽ നമ്മൾ സിബ് വെക്കുന്നുണ്ട്. അതിനു വേണ്ടി ബാക്ക് പാർട്ടിൽ മിഡിൽ കണക്കാക്കി വെച്ച് കട്ട് ചെയ്യുക. ബാക്കിൽ സിബ് വെക്കാൻ വേണ്ടി 1 ഇഞ്ച് വിടുത്തിട്ടിട്ടുണ്ട്. അതൊക്കെ കട്ടിങ്ങിൽ പോയി ഒന്ന് കാണുക. ഇതിൻ്റെ കട്ടിങ് വീഡിയോ വിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പാർട്ടിൽ 2 ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതുപോലെ 2 പീസാക്കിയിട്ടുണ്ട്. സിബ് വെക്കാനാണ് കേട്ടോ. ഇനി നമ്മൾ ലൈനിങ്ങും ഈ ഒരു മെയിൻ ക്ലോത്തും ഇതുപോലെ നല്ല ഭാഗം ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. കണ്ടല്ലോ, മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. കണ്ടല്ലോ, ഇതുപോലെ കിട്ടി. ഇനി ഇതൊന്ന് പ്രസ്റ്റിച്ച് കൊടുക്കുക. നല്ല വശം ഇതേപോലെ കിട്ടി. ഇനി ഒരു പ്രസ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ അടുത്ത സൈഡും ചെയ്യുക. ഇത് നമുക്ക് ഇൻവിസിബിൾ സിബാണ് ഈ ഒരു ബാക്ക് പാർട്ടിൽ വെക്കുന്നത്. ഇതുപോലെ ഇനി ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്യുക. എല്ലാ സൈഡും അറ്റാച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇളകി പോവാതിരിക്കാൻ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ടിൽ ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്തു. ഇനി ഇതുപോലെ തന്നെ അടുത്ത ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സിബ് വെക്കാനുണ്ട്. അതിനു വേണ്ടി ഇൻവിസിബിൾ സിബാണ് എടുത്തിട്ടുള്ളത്. അതിനു വേണ്ടി നമ്മൾ ആദ്യം മെഷീൻ്റെ ഫൂട്ട് മാറ്റാനുണ്ട്. റൈറ്റും ലെഫ്റ്റും ഫൂട്ട് ഉപയോഗിച്ചാണ് ഈ ഒരു ഇൻവിസിബിൾ സിബ് വെക്കേണ്ടത്. സിബ് വെക്കുന്നതിന് മുമ്പായിട്ട് ബാക്ക് പാർട്ടിൽ നെക്ക് കട്ട് ചെയ്യാനുണ്ട്. ഇനി ഇതുപോലെ വെച്ചതിന് ശേഷം ബാക്ക് പാർട്ടിൽ നെക്ക് അടയാളപ്പെടുത്തി കട്ട് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ ബാക്ക് പാർട്ടിൽ ഫ്രണ്ട് പാർട്ട് നെക്ക് വെക്കുക. ഷോൾഡർ കണക്കാക്കി വെച്ചതിന് ശേഷം നെക്ക് അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ 2 ഇഞ്ച് ലെങ്ത്ത് മതി നെക്കിന്. അതുപോലെ വിടുത്ത് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ എടുത്ത ആ വിടുത്ത് തന്നെ എടുക്കുക. കണ്ടല്ലോ, സിബ് വെക്കാനായിട്ട് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തത് കാണുന്നില്ലേ? കണ്ടല്ലോ, ആ ഒരു ഇഞ്ചും കൂടെ ഈ ഒരു നെക്കിലേക്ക് ചേർത്ത് വേണം വരച്ച് കട്ട് ചെയ്യാൻ. അപ്പം വീഡിയോ കണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിലും വീഡിയോയിൽ കണ്ടാൽ നല്ല രീതിയിൽ മനസ്സിലാവും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ബാക്ക് പാർട്ടിൽ നെക്ക് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇൻവിസിബിൾ സിബ് വെക്കാനുണ്ട്. അതിനു വേണ്ടി ഈ ഒരു 2 പാർട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം സിബ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ സിബ് വെക്കാനും വേണ്ടി നമുക്ക് റൈറ്റ് ലെഫ്റ്റ് ഫൂട്ടുണ്ട്, അതൊന്ന് മാറ്റിയിടുക. അപ്പോൾ സിബ് വെച്ചതിന് ശേഷം അതിനനുസരിച്ച് ഫൂട്ട് ഇട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അപ്പം സിബ് എങ്ങനെ വെക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സിബ് ഇതുപോലെയാണ് വെക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ വെച്ച് നമുക്ക് എത്രയാണ് സിബ് കയറ്റി വെക്കേണ്ടത് അതിനനുസരിച്ച് 2 ഭാഗത്തും അടയാളപ്പെടുത്തുക. ഞാനിവിടെ 2 സിബിൻ്റെ 2 സൈഡിലും അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് വെക്കുന്നത്.
കണ്ടില്ലേ, ഇതുപോലെ അടയാളപ്പെടുത്തി. ഇനി സിബ് അറ്റാച്ച് ചെയ്യുക. കണ്ടില്ലേ, ഇതുപോലെ സിബ് ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ളത് ഈ സൈഡിലേക്ക് വെക്കുക. കണ്ടില്ലേ, ഇതുപോലെ വെച്ച് ആ ഒരു അടയാളപ്പെടുത്തിയ ഭാഗത്ത് നെക്ക് വരുന്ന രീതിക്ക് വെച്ച് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ലെഫ്റ്റ് ഫൂട്ട് ഇട്ടതിന് ശേഷം ഈ ഒരു റെയിലിന് ചാരി താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ നിർത്തുക. ഇനി ഇതുപോലെ തന്നെ അടുത്ത ഭാഗത്തും റൈറ്റ് ഫൂട്ട് ഇട്ട് അടുത്ത ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയ ഭാഗം നെക്കിൻ്റെ എഡ്ജിൽ വരുന്ന രീതിക്ക് വെച്ച് റൈറ്റ് ഫൂട്ട് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക. ആ ഒരു റെയിലിലേക്ക് കയറി പോകരുത് സ്റ്റിച്ചിങ്. അതിന് ചാരി വേണം സ്റ്റിച്ച് ചെയ്യാൻ. അവ രണ്ട് ഭാഗവും നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തു. ഈ ഒരു അറ്റാച്ചിങ് 2 സ്റ്റിച്ച് കൊടുക്കണം. ഞാനിവിടെ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം കണ്ടല്ലോ, നമ്മുടെ ഇൻവിസിബിൾ സിബ് ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് തന്നെ എനിക്ക് തരണം. അതുകൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നത്. ഇനി ഈ ഒരു താഴെയായിട്ട് വരുത്ത ഭാഗത്ത് ഒന്ന് ജോയിൻ ചെയ്യാനുണ്ട്. കണ്ടല്ലോ, ആ ഒരു സിബ് വെച്ച അരികിലൂടെ ഒരു 2 ഇഞ്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് നിർത്തുക. കണ്ടല്ലോ, ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്ത് എടുത്തു. ഇനി ബാക്കി വരുന്ന ആ ഒരു സിബ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി സാധാരണ ഉപയോഗിക്കുന്ന ഫൂട്ട് മെഷീനിൽ ഫിറ്റ് ചെയ്യുക. കണ്ടില്ല, നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസ് ഏകദേശം സ്റ്റിച്ച് ചെയ്തു. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അതുപോലെ പെറ്റൽ പാൻ നെക്കാണ് ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഷോൾഡറൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് ഈ ഒരു ബ്ലൗസ് മൊത്തമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കാണാം. അപ്പോൾ നമ്മൾ ഇനി പെറ്റൽ പാൻ സ്റ്റിച്ച് ചെയ്തതൊന്നും ഇതിൽ കാണിക്കുന്നില്ല. അതൊക്കെ ഞാൻ ഇനി വേറെ വീഡിയോ ആയിട്ട് വിടാമെന്ന് കരുതി. അതുപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. അത് ഈ ഒരു സ്ലീവ് ബലൂൺ സ്ലീവാണ് ഈ ഒരു ബ്ലൗസിന് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി ക്രോസ് പീസ് വെച്ച് ഇത് മറിച്ചിടണം. എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോക്ക് വളരെ ലെങ്ത്താവും. കൂടുതൽ ലെങ്ത്തായാൽ പിന്നെ എല്ലാവർക്കും കാണാൻ വലിയ മടിയായിരിക്കും. അതുകൊണ്ട് പെറ്റൽ പാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് വേറെ വീഡിയോ വിടാമെന്ന് കരുതി. അപ്പോൾ ഇനി സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസും എല്ലാവരും ഒന്ന് പോയി കാണണേ. ചാനലിൽ പോയി എല്ലാ വീഡിയോസും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഇവിടെ ഏകദേശം പൂർത്തിയായി. ഞാനിടുന്ന ഓരോ വീഡിയോസും എനിക്ക് വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്ന ഓരോ മെത്തേഡാണ്. അപ്പോൾ അത് ഒരു വീഡിയോ ആക്കി വിടാമെന്ന് കരുതി എല്ലാവരിലേക്കും എത്തിക്കാമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പം വെറുതെ ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഇതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ എത്ര തവണ വിട്ടത് കൊണ്ട് അതൊന്നും വീഡിയോയിൽ വളരെ വ്യക്തമായി കാണിക്കുന്നില്ല.
അപ്പം നമ്മുടെ ഈ ഒരു ബ്ലൗസിന് ബലൂൺ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടല്ലോ, നമ്മുടെ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു ബ്ലൗസിൻ്റെ സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്ത് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാം. അപ്പം നമ്മുടെ ഈ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ബലൂൺ സ്ലീവ്, അതുപോലെ ഫ്രണ്ട് നെക്ക് പെറ്റൽ പാൻ നെക്കാണ് സ്റ്റിച്ച് ചെയ്തത്. അതുപോലെ ബാക്ക് സാധാ നെക്കുമാണ് സ്റ്റിച്ച് ചെയ്തത്. അത് ക്രോസ് പീസ് വെച്ച് മറിച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇൻവിസിബിൾ സിബാണ് അറ്റാച്ച് ചെയ്തത്. അപ്പം ഇതുപോലെയൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാനും ആദ്യമായി സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഈ വീഡിയോ കണ്ട് ഇതുപോലെ ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാം. സൈഡൊക്കെ അറ്റാച്ച് ചെയ്ത് ലെങ്ത്തിനനുസരിച്ച് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാം. അതുപോലെ ബാക്കിൽ ടെക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട്. 4 ഇഞ്ച് വിഡ്ത്തിൽ ടെക്ക് മാർക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മടക്കി സ്റ്റിച്ച് ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ഇടാൻ മറക്കണ്ട. ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കാതെ ചെയ്യണേ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒക്കെ ചെയ്ത് നോക്കി. സാരിയിലേക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു ബ്ലൗസ് ഇട്ടാൽ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.